നമസ്തേ ബച്ചോ. ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം 6ാം ക്ലാസ്സിലെ ചലേം എന്ന പാഠമാണ് പരിചയപ്പെട്ടത്. ഇന്ന് നമുക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോന്നായി പരിചയപ്പെടാം. ആദ്യത്തെ പ്രവർത്തനം നോക്കൂ. ക്രംസേ ലിഖേ. ഇതിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനെ ക്രമത്തിലാക്കി എഴുതാനാണ്. अम्मा ने सपना देखा वो टुक्कू को स्कूटी पर बिठाए स्कूल छोड़ने जा रही है. അമ്മ സ്വപ്നം കണ്ടു അവൾ ടുക്കുവിനെ സ്കൂട്ടിയിൽ ഇരുത്തിക്കൊണ്ട് സ്കൂളിൽ വിടാൻ പോകുന്നു. അമ്മാനെ ടുക്കു കെ ലിയെ സൈക്കിൾ और अपने लिए एक स्कूटी खरीद ली. അമ്മ ടുക്കുവിന് ഒരു സൈക്കിളും തനിക്ക് വേണ്ടി ഒരു സ്കൂട്ടിയും വാങ്ങി. അമ്മാക്കി കൊഹനി और घुटने छिल गए. അമ്മയുടെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും തൊലി പോയി. അമ്മ और टुक्कू एक दूसरे के गले में बाहें डालकर सो गए. അമ്മയും ടുക്കുവും പരസ്പരം കെട്ടിപ്പിടിച്ച് ഉറങ്ങി. സൈക്കിൾ ടുക്കു ദോനോ ഗിർപടെ. സൈക്കിളും ടുക്കുവും രണ്ടുപേരും വീണു. സുബഹ ടുക്കുനെ അപ്പനി സൈക്കിൾ നിക്കാലി और അമ്മാനെ അപ്പനി സ്കൂട്ടി. രാവിലെ ടുക്കു തൻ്റെ സൈക്കിൾ എടുത്തു, അമ്മ തൻ്റെ സ്കൂട്ടിയും. നമുക്കിതിനെ ഒന്ന് ക്രമപ്പെടുത്തിയാലോ? ആദ്യത്തെ വാചകം പുസ്തകത്തിൽ തന്നെ ഉണ്ട്. ഒന്ന് നോക്കൂ. അമ്മ ടുക്കു കെ ലിയെ സൈക്കിൾ और अपने लिए एक स्कूटी खरीदी. അമ്മ ടുക്കുവിന് വേണ്ടി സൈക്കിളും തനിക്ക് വേണ്ടി സ്കൂട്ടിയും വാങ്ങി. അടുത്തത് ഏതാണ് വരേണ്ടത്? സുബഹ ടുക്കുനെ അപ്പനി സൈക്കിൾ നികാലി और അമ്മാനെ അപ്പനി സ്കൂട്ടി. രാവിലെ ടുക്കു തൻ്റെ സൈക്കിളും അമ്മ തൻ്റെ സ്കൂട്ടിയും പുറത്തേക്ക് എടുത്തു. അടുത്തതോ? സൈക്കിൾ ടുക്കു ദോനോ ഗിർപടെ. സൈക്കിളും ടുക്കുവും രണ്ടും വീണു. അടുത്തത് ഏതെഴുതാം? അമ്മാക്കി കൊഹ്നി और घुटने छिल गए. അമ്മയുടെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും തൊലി പോയി. അമ്മ और टुक्कू एक दूसरे के गले में बाहें डालकर सो गए. അമ്മയും ടുക്കുവും പരസ്പരം കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങി. ഇനി അവസാനത്തേത് കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലേ. അമ്മാനെ സപ്ന ദേഖ വോ ടുക്കു കോ സ്കൂട്ടി പേ ബിഠായെ സ്കൂൾ ജാ രഹി ഹെ. അമ്മ ടുക്കുവിനെ സ്കൂട്ടിയിലിരുത്തി സ്കൂളിൽ പോകുന്നതായി സ്വപ്നം കണ്ടു. ഇനി അടുത്തത് നോക്കിയാലോ. സമർത്ഥൻ കരേം സഹി വാക്യ ചുൻകർ ലിഖേ. നോക്കൂ കൂട്ടുകാരെ, ചിത്രത്തിന് താഴെ 4 പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ഓരോന്നിലും ശരിയായ ചിത്രത്തിന് ചേരുന്ന പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതണം. ആദ്യത്തെ 2 ചിത്രങ്ങൾ നോക്കൂ. ആദ്യത്തെ ചിത്രത്തിൽ ഒരു കുട്ടി ബൈക്കിൽ പോകുന്നു. രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു കുട്ടി സ്കൂട്ടറിൽ പോകുന്നു. ഇതിലേതാണ് ശരി? ആദ്യത്തെ ചിത്രത്തിൽ കുട്ടി ഹെൽമെറ്റ് വച്ചിട്ടുണ്ട്. രണ്ടാമത്തേതിൽ ഹെൽമെറ്റ് വച്ചിട്ടില്ല. ഏതാണ് ശരി? ആദ്യത്തെ ചിത്രമല്ലേ? ഈ ചിത്രത്തിന് ചേരുന്ന പ്രസ്താവന ഏതാണെന്ന് നോക്കൂ. ബൈക്ക് ചലാത്തെ സമയ ഹെൽമെറ്റ് പഹനെ. ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കണം. അടുത്തത് നോക്കൂ. ഇതിൽ ഏത് ചിത്രമാണ് ശരി? ഒന്നാമത്തെ ചിത്രത്തിൽ ഡ്രൈവറിന് സീറ്റ് ബെൽറ്റ് ഇല്ല അല്ലേ? അപ്പോൾ രണ്ടാമത്തേതല്ലേ ശരി? ഇനി ഇതിലേത് പ്രസ്താവനയാണ് ഇവിടെ എഴുതേണ്ടത്? കാർ ചലാത്തെ സമയ സീറ്റ് ബെൽറ്റ് പഹനെ. കാർ ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കണം. ഇനി അടുത്ത ചിത്രങ്ങൾ നോക്കൂ. ആദ്യത്തെ ചിത്രത്തിൽ ബൈക്കിൽ 3 യാത്രക്കാരുണ്ടല്ലേ? രണ്ടാമത്തേതിലോ 2 പേരല്ലേ ഉള്ളത്? ഏതാണ് ശരി? രണ്ടാമത്തേതല്ലേ? ഇതിന് ചേരുന്ന പ്രസ്താവന ഏതാണ്? ഏക് ബൈക്ക് മേം ദോ ഹി സവാർ ഹോ. ഒരു ബൈക്കിൽ 2 യാത്രക്കാരെ പാടുള്ളൂ. അടുത്ത ചിത്രം നോക്കൂ. ആദ്യത്തെ ചിത്രത്തിൽ യാത്രക്കാരൻ ബൈക്ക് ഓടിച്ചുകൊണ്ടാണ് ഫോണിൽ സംസാരിക്കുന്നത്. രണ്ടാമത്തേതിലോ ബൈക്ക് നിർത്തിയിട്ടാണ് ഫോണിൽ സംസാരിക്കുന്നത്. ഇതിലേതാണ് ശരി? രണ്ടാമത്തേതല്ലേ? ഇനി നമുക്ക് ഇവിടെ എന്തെഴുതാം? ഗാഡി ചലാത്തെ സമയ മൊബൈൽ കാ ഇസ്തേമാൽ ന കരെ. വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കരുത്. അടുത്ത പ്രവർത്തനം നോക്കൂ. ടുക്കു കി ഡയറി ലിഖേം. ടുക്കുവിൻ്റെ ഡയറി എഴുതാം. ടുക്കുവും അമ്മയും വണ്ടി ഓടിക്കാൻ പഠിച്ച ദിവസം 2 പേരും താഴെ വീണു. അന്നത്തെ ഡയറിയാണ് എഴുതേണ്ടത്. ഒന്ന് നോക്കിയാലോ.
ഒരു ഡയറി എഴുതുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതാദ്യം പരിശോധിക്കാം. ആദ്യത്തേത് താരീഖ് ഹെ, തീയതി ഉണ്ടായിരിക്കണം. അടുത്തതോ ഘടനാവുങ്ക ഉല്ലേഖ് ഹെ, സംഭവങ്ങൾ പറയണം. ആത്മനിഷ്ഠ ഭാഷ ഹെ, ആത്മനിഷ്ഠ ഭാഷയുണ്ടായിരിക്കണം. ഡയറി എഴുതുമ്പോൾ സ്വന്തം അനുഭവങ്ങളല്ലേ എഴുതുന്നത്, അപ്പോൾ ഞാൻ, എൻ്റെ എന്നുള്ള വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത്. അപ്ന വിചാർ ഹെ, ആ സംഭവത്തെക്കുറിച്ച് സ്വന്തം അഭിപ്രായം എഴുതാം. ഒരു ഉദാഹരണം നോക്കിയാലോ. 11 दिसंबर 2025 रविवार, कल हमने स्कूटी और സൈക്കിൾ ഖരീദി. ഇന്നലെ ഞങ്ങൾ സ്കൂട്ടിയും സൈക്കിളും വാങ്ങി. കൽ രാത് നീന്ത് നഹി ആയി ഥി, ഇന്നലെ രാത്രി ഉറക്കം വന്നതേയില്ല. സൈക്കിൾ ചലാനെ കെ ബാരെ മേ സോച്താ രഹ, സൈക്കിൾ ഓടിക്കുന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നു. ആജ് ഹം ദോനും ഗാഡി ചലാനെ ഗയെ, ഇന്ന് ഞങ്ങൾ രണ്ടുപേരും വണ്ടി ഓടിക്കാൻ പോയി. ലേക്കിൻ ദോനോ ഗിർ ഗയെ, പക്ഷെ രണ്ടുപേരും വീണു. ചോട്ടു ഭി പഹുഞ്ചി, മുറിവും പറ്റി. ലേക്കിൻ മസ ആയ, പക്ഷെ രസമായിരുന്നു. ഹം ദോനോ നെ കോശിഷ് ജാരി രഖ്നെ കാ നിശ്ചയ കിയ, ഞങ്ങൾ രണ്ടുപേരും ശ്രമം തുടരാൻ തന്നെ തീരുമാനിച്ചു. ജോ ഭി ഹോ ഹം ദോനോ ഏക് സാത്ത് കാമ്യാബ് ഹോങ്കെ, എന്തുമാകട്ടെ ഞങ്ങൾ രണ്ടുപേരും വിജയിക്കുക തന്നെ ചെയ്യും. കൂട്ടുകാരെ, ഇതൊരു ഉദാഹരണം മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇത് എഴുതാം കേട്ടോ. അടുത്ത പ്രവർത്തനം നോക്കിയാലോ. ലിഖേ ചിത്ര ക്യാ കഹ രഹാ ഹെ, കുറച്ച് ചിത്രങ്ങളും കുറച്ച് പ്രസ്താവനകളും നൽകിയിട്ടുണ്ട്. അത് ക്രമപ്പെടുത്തി എഴുതണം. ആദ്യം പ്രസ്താവനകൾ നോക്കിയാലോ. സ്കൂട്ടർ പർ ബൈഠി അമ്മാക്കോ ടുക്കു ടിഫിൻ ബോക്സ് ദേത്താ ഹെ, സ്കൂട്ടറിൽ ഇരിക്കുന്ന അമ്മയ്ക്ക് ടുക്കു ടിഫിൻ ബോക്സ് നൽകുന്നു. സൈക്കിൾ പർ ബൈഠെ ടുക്കു കോ അമ്മ ടാറ്റ ദേത്തി ഹെ, സൈക്കിളിൽ ഇരിക്കുന്ന ടുക്കുവിന് അമ്മ ടാറ്റ നൽകുന്നു. ടുക്കു കെ ചാരോം ഓർ ഉസ്കെ ദോസ്ത് ഖഡേ ഹെ, ടുക്കുവിന് ചുറ്റും അവൻ്റെ കൂട്ടുകാർ നിൽപ്പുണ്ട്. സ്കൂൾ കെ സാമനെ അമ്മ और ടുക്കു സ്കൂട്ടർ പർ ബൈഠേ ഹെ, സ്കൂളിന് മുൻപിൽ അമ്മയും ടുക്കുവും സ്കൂട്ടറിൽ ഇരിക്കുന്നു. ടുക്കു അമ്മാക്കോ സൈക്കിൾ പർ ബിഠാക്കർ ജാത്താ ഹെ, ടുക്കു അമ്മയെ സൈക്കിളിൽ ഇരുത്തി പോകുന്നു. ഇതിൽ ഒന്നാമത്തെ ചിത്രം നോക്കൂ. ടുക്കു അമ്മയെ സൈക്കിളിൽ ഇരുത്തി മാർക്കറ്റിൽ കൂടി പോകുന്നതാണ് അല്ലേ. ഇവിടെ എന്തെഴുതാം? അതെ, ടുക്കു അമ്മാക്കോ സൈക്കിൾ പർ ബിഠാക്കർ ജാത്താ ഹെ. അടുത്ത ചിത്രം നോക്കൂ. അമ്മയും ടുക്കുവും സ്കൂളിന് മുൻപിൽ സ്കൂട്ടറിൽ ഇരിക്കുന്നു. സ്കൂൾ കെ സാമനെ അമ്മ ഔർ ടുക്കു സ്കൂട്ടർ പർ ബൈഠേ ഹെ. അടുത്ത ചിത്രം നോക്കൂ. അമ്മ ടുക്കുവിന് ടാറ്റ പറയുകയാണ് അല്ലേ. സൈക്കിൾ പർ ബൈഠേ ടുക്കു കോ അമ്മ ടാറ്റ ദേത്തി ഹെ. അടുത്ത ചിത്രം നോക്കൂ. ടുക്കു അമ്മയ്ക്ക് ടിഫിൻ ബോക്സ് നൽകുന്നതാണ് അല്ലേ. സ്കൂട്ടർ പർ ബൈഠി അമ്മാക്കോ ടുക്കു ടിഫിൻ ബോക്സ് ദേത്താ ഹെ. അവസാനത്തേത് നോക്കൂ. ടുക്കുവിന് ചുറ്റും അവൻ്റെ കൂട്ടുകാർ നിൽക്കുന്നതാണ് അല്ലേ. ടുക്കു കെ ചാരോം ഓർ ഉസ്കെ ദോസ്ത് ഖഡേ ഹെ. അടുത്ത പ്രവർത്തനം നോക്കൂ. കഹാനി കോ ആകെ ബെഠായേ. നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ട കഥ തുടർന്ന് എഴുതാനാണ്. അമ്മാനെ സപ്ന ദേഖ वो टुक्कू को स्कूटी पर बिठाए स्कूल छोड़ने जा रही है. അമ്മ ടുക്കുവിനെയും ഇരുത്തി സ്കൂളിൽ പോകുന്നതായി സ്വപ്നം കണ്ടു. ഉസി വക്ത് ടുക്കു ഭി ഏക് സപ്ന ദേഖ് രഹാ ഥാ. ആ സമയത്ത് ടുക്കുവും ഒരു സ്വപ്നം കാണുകയായിരുന്നു. कि वो अम्मा को साइकिल पर बिठाकर बाजार घुमा रहा है. അവൻ അമ്മയെ സൈക്കിളിലിരുത്തി മാർക്കറ്റിൽ കറങ്ങുന്നു. ആകെ ക്യാ ഹുവാ ഹോഗ. നമ്മളിപ്പോൾ പരിചയപ്പെട്ട കഥയുടെ അവസാന ഭാഗമാണ് ഇപ്പോൾ വായിച്ചത്. ഇനി തുടർന്ന് എന്ത് സംഭവിച്ചു കാണും നമുക്കൊന്ന് നോക്കിയാലോ. അഗലെ ദിൻ ടുക്കു ഔർ അമ്മ ജൽദി ജാഗ് ഉഠെ. പിറ്റേന്ന് ടുക്കുവും അമ്മയും വളരെ പെട്ടെന്ന് തന്നെ ഉണർന്നു. ദോനും ഗാഡി ചലാനേക്ക് കോശിഷ് കർണേ ലഗെ. രണ്ടുപേരും വണ്ടി ഓടിക്കാൻ ശ്രമിച്ചു തുടങ്ങി. കൈ ബാർ ദോനും ഗിർപടെ. പല പ്രാവശ്യം രണ്ടുപേരും വീണു. ലേക്കിൻ വേ ബെഡി ജോഷ്മേ ഥെ. പക്ഷേ അവർ
വളരെ ആവേശത്തിലായിരുന്നു. ഏക് ദൂസരെ കി സഹായത സെ ദോനും ഗാഡി ചലാനെ ലഗെ. പരസ്പര സഹായത്തോടുകൂടി അവർ രണ്ടുപേരും വണ്ടി ഓടിക്കാൻ തുടങ്ങി. അമ്മ കഭി കഭി ടുക്കു കോ സ്കൂൾ ലേ ജാത്തി ഥി. അമ്മ ഇടയ്ക്കൊക്കെ ടുക്കുവിനെ സ്കൂളിൽ കൊണ്ടുപോകുമായിരുന്നു. ടുക്കു ഭി അമ്മ കോ പീछे ബിഠാകർ ബാസാർ ഘൂംനെ ലേ ജാത്താ ഥാ. ടുക്കുവും അമ്മയെ പുറകിലിരുത്തി ചന്തയിൽ കൊണ്ടുപോകുമായിരുന്നു. ദോനോ ഖുശ് ഹുയെ. രണ്ടുപേരും വളരെ സന്തോഷിച്ചു. കൂട്ടുകാരെ, ഇതൊരു മാതൃക മാത്രമാണ്. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഈ കഥയെ മുന്നോട്ട് എഴുതാം. എല്ലാവരും ശ്രമിക്കണേ. അടുത്ത പാഠങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.